ഹായ് ഗായ്സ്, നീറ്റ് ബയോളജി MCQ സീരീസിലെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയാണിത്. ഇതിൽ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന ടോപ്പിക്കാണ് തുടങ്ങുന്നത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, എ ടാക്സോണമിക് കാറ്റഗറി റെഫേഴ്സ് ടു. ടാക്സോണമിക് കാറ്റഗറി എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദ്യം. എ, ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ബി, എ റാങ്ക് ഓർ ലെവൽ ഇൻ എ ടാക്സോണമിക് ഹൈറാർക്കി. ഓപ്ഷൻ സി, എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഗാനിസം ഏബിൾ ടു ഇൻ്റർബ്രീഡ്. ഓപ്ഷൻ ഡി, എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഓർഗാനിസം ബട്ട് അൺഏബിൾ ടു ഇൻ്റർബ്രീഡ് ഫ്രീലി. 37ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എ റാങ്ക് ഓർ ലെവൽ ഇൻ എ ടാക്സോണമിക് ഹൈറാർക്കിനെയാണ് ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയാം. 38ാമത്തെ ചോദ്യം, ദ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടാക്സോണമിക് കാറ്റഗറീസ് ഈസ് കോൾഡ്. ടാക്സോണമിക് കാറ്റഗറീസ്, അതായത് കിങ്ഡം, ഫൈലം, അതിനെല്ലാം അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നതിന് എന്തെന്നാ പറയാം? ഓപ്ഷൻസ്: ക്ലാസിഫിക്കേഷൻ, ടാക്സോണമി, ഹൈറാർക്കി, കീ. 38 ഓപ്ഷൻ സി ആണ് ആൻസർ. ഹൈറാർക്കി എന്നാണ് വിളിക്കുക. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ടാക്സോണമിക് കാറ്റഗറീസിന് എഴുതുന്നതിനാണ് ഹൈറാർക്കി എന്ന് പറയാം. 39ാമത്തെ ചോദ്യം, ദ ടേം ടാക്സോൺ ഈസ് യൂസ്ഡ് ഫോർ. ടാക്സോൺ എന്നുള്ള ടേം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ, ദ റാങ്ക് ഓഫ് സ്പീഷ്യസ് ആൻഡ് ജീനസ്. ഓപ്ഷൻ ബി, ദ റാങ്ക് അപ് ടു ഫൈലം. ഓപ്ഷൻ സി, ദ സ്പീഷ്യസ് എപ്പിത്തറ്റ് ഓൺലി. ഓപ്ഷൻ ഡി, എനി റാങ്ക് ഓഫ് ടാക്സോണമിക് ഹൈറാർക്കി. 39ൻ്റെ ആൻസർ ഡി ആണ്. എനി റാങ്ക് ഓഫ് ടാക്സോണമിക് ഹൈറാർക്കിയാണ് ഒരു ടാക്സോൺ. അത് കിങ്ഡം ആവാം, ഫൈലം ആവാം, ഏതും ആവാം. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് ടാക്സോൺ. 39 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 40ാമത്തെ ചോദ്യം, വിച്ച് ടേം ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി ടാക്സോണമിക് റാങ്ക്. ഏതൊരു ടാക്സോണമിക് റാങ്കിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന താഴെ തന്നിരിക്കുന്നതിൽ ആ വാക്ക് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലാസ്, ടാക്സോൺ, ഫാമിലി, കൊഹോർട്ട്. അതിൻ്റെ ഉത്തരം ടാക്സോൺ തന്നെയാണ്. 40 ഓപ്ഷൻ ബി. 41ാമത്തെ ചോദ്യം, ബേസിക് യൂണിറ്റ് ഓർ സ്മോളസ്റ്റ് ടാക്സോൺ ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ്. ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആയിട്ടുള്ള ടാക്സോൺ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ അറിയാം, സ്പീഷ്യസ് ആണ്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സ്പീഷ്യസ്, കിങ്ഡം, ഫാമിലി, വെറൈറ്റി. 41 ഓപ്ഷൻ എ സ്പീഷ്യസ് ആണ് കറക്റ്റ് ആൻസർ. 42ാമത്തെ ചോദ്യം, ദ ബേസിക് യൂണിറ്റ് അപ്പോൺ വിച്ച് ദ സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആർ ബേസ്ഡ് ഈസ്. ഈ ബേസിക് യൂണിറ്റ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ. ബേസിക് യൂണിറ്റ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു സ്പീഷ്യസ് ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് സ്പീഷ്യസ്, ജീനസ്, ഓർഡർ, ഫാമിലി. 42 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബേസിക് യൂണിറ്റ് ചോദിച്ചാലും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ടാക്സോൺ ചോദിച്ചാലും അതിൻ്റെ ആൻസർ സ്പീഷ്യസ് ആണ്. 43ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ബയോഡൈവേഴ്സിറ്റി ഈസ് ദ ഒക്യുറൻസ് ഓഫ് വെറൈറ്റി ഓഫ് ലൈഫ് ഫോംസ് ഡിഫറിങ് ഇൻ മോർഫോളജി, അനാട്ടമി, ഹാബിറ്റേറ്റ്സ് ആൻഡ് ഹാബിറ്റ്. ഇത് കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇതല്ല കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, സിസ്റ്റമാറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് കാറ്റലോഗിങ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് അതർ ഓർഗാനിസം ഇൻ ടു കാറ്റഗറീസ് ദാറ്റ് ക്യാൻ ബി നെയിംഡ്, റിമെമ്പേർഡ്, കമ്പയർഡ് ആൻഡ് സ്റ്റഡീഡ്. ഇതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ സി, ക്ലാസിഫിക്കേഷൻ ഈസ് ദ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിസം. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം classification is the arrangement of organisms into convenient categories or groups on the basis of their similarities and differences in certain easily observable but fundamental characters. A hierarchy of categories is raised keeping in mind the affinities or relationship of various groups. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ അത് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസിനെ വെച്ചിട്ടുള്ളൊരു ഓർഗാനിസത്തിൻ്റെ അറേഞ്ച്മെൻ്റാണ്. അല്ലാതെ അത് ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചറിനെ പറ്റിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഒന്നുമല്ല. അത് കാരണം ഓപ്ഷൻ സി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ. 44ാമത്തെ ചോദ്യം, എമംഗ് ഓൾ ദ കിങ്ഡം ദ ഓൺലി ടാക്സോൺ ദാറ്റ് എക്സിസ്റ്റ് ഇൻ നേച്ചർ ആസ് എ ബയോളജിക്കലി കൊഹസീവ് യൂണിറ്റ് ഈസ് ദ ഡാഷ്. സ്പീഷ്യസ്, ജീനസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. 44ൻ്റെ ഉത്തരം ഓപ്ഷൻ എ സ്പീഷ്യസ്. ബയോളജിക്കലി കൊഹസീവ് യൂണിറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു ടാക്സോൺ സ്പീഷ്യസ് ആണ്. 45ാമത്തെ ചോദ്യം, എ ട്രൂ സ്പീഷ്യസ് കൺസിസ്റ്റ് ഓഫ് എ പോപ്പുലേഷൻ വിച്ച് ഈസ് ഷെയറിംഗ് ദ സെയിം നിച്ച്, ഇൻ്റർബ്രീഡിംഗ്,
ഫീഡിങ് ഓവർ ദ സെയിം ഫുഡ് ജോഗ്രഫിക്കലി ഐസൊലേറ്റഡ്. ഒരു ട്രൂ സ്പീഷ്യസ് എന്ന് വെച്ചാൽ അതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 45 ഓപ്ഷൻ ബി ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ബയോളജിക്കൽ ടെർമിനോളജി എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ഓർഗാനിസം വിച്ച് ആർ capable ഓഫ് ഇന്റർബ്രീഡിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിംഗ് ഈസ് കോൾഡ്. ബയോളജിക്കൽ ടെർമിനോളജി വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ദേ ആർ capable ഓഫ് ഇന്റർബ്രീഡിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിംഗ്, അത് ആരാന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ടാക്സോണിൽ ഏറ്റവും ചെറിയ ബേസിക് യൂണിറ്റ് തന്നെയായിരിക്കും അതിൻ്റെ ആൻസർ. അപ്പോൾ 46 ഓപ്ഷൻ എ സ്പീഷ്യസ് ആണ് അതിൻ്റെ ആൻസർ. 47ാമത്തെ ക്വസ്റ്റ്യൻ. മാഞ്ചിഫെറ ഈസ് എ. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് എഴുതില്ലേ, അതിൽ മാഞ്ചിഫെറ എന്താണ്? ജീനസ് നെയിമാണ്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് വെറൈറ്റി, ജീനസ്, സ്പീഷ്യസ്, ക്ലാസ്. 47 ഉത്തരം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ജീനസ്. 48ാമത്തെ ക്വസ്റ്റ്യൻ. ജീനസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സിമിലർ ആൻഡ് റിലേറ്റഡ്. ജീനസ് എന്ന് വെച്ചാൽ അത് എന്തിൻ്റെ ഗ്രൂപ്പാണെന്നാണ് ചോദ്യം. ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ജീനസ് ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ടാക്സോൺ ഏതാണെന്ന് പറഞ്ഞാൽ മതി. കിങ്ഡം ആണ് തന്നിരിക്കണമെങ്കിൽ അതിന് തൊട്ട് താഴെ കിടക്കുന്നത്, ഫാമിലിയാണ് തന്നിരിക്കുന്നത് എങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ടാക്സോൺ ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ ജീനസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്തിൻ്റെ ഗ്രൂപ്പാണെന്ന് ചോദിച്ചാൽ അത് സ്പീഷ്യസിൻ്റെ ഗ്രൂപ്പാണ്. കാരണം സ്പീഷ്യസിൻ്റെ തൊട്ട് മേലെയാണ് ജീനസ് കിടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി 48 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 49ാമത്തെ ചോദ്യം. എ കളക്ഷൻ ഓഫ് സ്പീഷ്യസ് വിച്ച് ബെയർ എ ക്ലോസ് റിസംബ്ലൻസ് ടു വൺ അനദർ ഇൻ ദ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫ്ലോറൽ പാർട്ട് ഈസ് നോൺ എസ്. ക്ലോസ് റിസംബ്ലൻസ് കാണിക്കുന്ന സ്പീഷ്യസിൻ്റെ കളക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഫാമിലി, വെറൈറ്റി, ജീനസ്, ഡിവിഷൻ. 49 ഓപ്ഷൻ സി ആണ് ജീനസ്. കളക്ഷൻ ഓഫ് സ്പീഷ്യസ് ഏതാണെന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ജീനസ്. 50ാമത്തെ ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കാറ്റഗറി ജീനസ്. ജീനസ് എന്നതിനെ പറ്റി നോക്കുമ്പോൾ അതിനെ പറ്റിയുള്ള ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓർ അസംബ്ലേജ് ഓഫ് റിലേറ്റഡ് സ്പീഷ്യസ്. അത് കറക്റ്റാണ്. ജീനസ് എന്ന് വെച്ചാൽ അതൊരു റിലേറ്റഡ് സ്പീഷ്യസിൻ്റെ ഗ്രൂപ്പാണ്. ഓപ്ഷൻ ബി. എ ജീനസ് എസെൻഷ്യലി പോസസസ് മോർ ദാൻ വൺ നമ്പർ ഓഫ് സ്പീഷ്യസ്. ഒരു ജീനസിൽ മോർ ദാൻ വൺ നമ്പർ ഓഫ് സ്പീഷ്യസ് വേണമെന്ന് നിർബന്ധമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ സിയും ഡിയും വെച്ച് നോക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ലയൺ, ടൈഗർ, ലെപ്പേർഡ്, ജാഗ്വർ ആർ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷ്യസ് വിച്ച് ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ ദ ജീനസ് Panthera and are respectively named as Panthera leo, Panthera tigris, Panthera pardus and Panthera onca. ഇത് കറക്റ്റാണ്. കാരണം അതറിയാലോ, ലയണിനെ പാന്തര ലിയോ, ടൈഗറിനെ പാന്തര ടൈഗ്രിസ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നമുക്കറിയാം. പാന്തീറ എന്നുള്ളത് ജീനസ് നെയിമാണെന്നും അറിയാം. അപ്പോൾ അതൊരു കറക്റ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സൊളാനം, പെനിസിലിയം, വിത്തേനിയ ആൻഡ് കാനിസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ജെനീറ. അതും കറക്റ്റാണെന്ന് അറിയാം. കാരണം സൊളാനം ട്യൂബറോസം, പെനിസിലിയൻ നൊട്ടേറ്റം അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വേർഡ് ജെനീറയാണെന്ന് അറിയാലോ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കാരണം ജീനസിൽ മോർ ദാൻ വൺ സ്പീഷ്യസ് വേണമെന്ന് ഒട്ടും നിർബന്ധമില്ല. 51ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ടാക്സോണമിക് ഹൈറാർക്കി കാറ്റ്സ് ആർ പ്ലേസ്ഡ് അണ്ടർ ദ ജീനസ്. കാറ്റിൻ്റെ ജീനസ് നെയിം എന്താണ്? 51ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് ഫെലിസ്, പാന്തേറ, കാനിസ്, നൺ ഓഫ് ദിസ്. എല്ലാവർക്കും അറിയാം ഫെലിസ് ആണ് കാറ്റ്. കാറ്റിൻ്റെ ജീനസ് നെയിം ഫെലിസ്. കാനിസ് എന്നുള്ളത് ഡോഗാണ്. പാന്തേറ വരുന്നത് ലയൺ, ടൈഗറിനൊക്കെ ഉള്ളതാണ്. 52ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ സുവോളജിക്കൽ നെയിം ഓഫ് ഫിഷ് കട്ല കട്ല ദ സ്പെസിഫിക് നെയിം ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് ദ ജനറിക് നെയിം ദസ് ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കട്ല കട്ല, നാജ നാജ, ഗൊറില്ല ഗൊറില്ല അങ്ങനത്തെ എക്സാമ്പിൾസൊക്കെ കാണും. അതിൽ ജനറിക് നെയിമും സ്പെസിഫിക് നെയിമും, ജീനസും സ്പീഷ്യസും ഒരേ വാക്കാണ്. കട്ല കട്ല രണ്ടും ഒരേ വാക്കാണ്. ഇങ്ങനെയുള്ള സുവോളജിക്കൽ നെയിമുകളിനെ എന്തെന്നാണ് വിളിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അൻറ്റോണിം, ടോട്ടോണിം, സിനോണിം, ഹോമോണിം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ടോട്ടോണിം. കട്ല കട്ല എന്നുള്ള ബയോളജിക്കൽ നെയിംസിനെ അങ്ങനത്തെ പോലത്തെ നെയിമുകളിനെ ടോട്ടോണിം എന്നാണ് വിളിക്കുക. 53ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ഓഡ് വൺ ഇൻ ദ ഫോളോയിങ് സീരീസ്. ഒരു സീരീസ് വന്നിട്ടുണ്ട്, ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാണെന്ന് ചൂസ് ചെയ്യുക. സാപ്പിയൻസ്, അമേരിക്കാന, റോട്ടൻഡസ്, ഹെമിഡാക്ടൈലസ്.
ഇതിൻ്റെ ആൻസർ ഹെമിഡാക്ടൈലസ് ആണ്. 53 ഓപ്ഷൻ ഡി. കാരണം സാപ്പിയൻസ്, അമേരിക്കാന, റൊട്ടൻഡസ് എന്നെല്ലാം പറയുന്നത് സ്പെസിഫിക് നെയിമാണ്. അതായത് ഒരു ബയോളജിക്കൽ നെയിമിൽ രണ്ടാമത് എഴുതുന്ന വാക്കുകളാണ്. പക്ഷേ ഹെമിഡാക്ടൈലസ് എന്നുള്ളത് ജീനസിൻ്റെ നെയിമാണ്. അത് ഫസ്റ്റ് എഴുതുന്ന വാക്കാണ്, ജനറിക് നെയിമാണ്. അത് കാരണം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 54 ദ ടാക്സോണമിക് കാറ്റഗറി ബിലോ ദ ലെവൽ ഓഫ് ഫാമിലീസ്. ഫാമിലിയുടെ തൊട്ട് താഴെയുള്ളത് ആരാണ്? അപ്പോൾ ഈ ഓർഡർ പഠിക്കണം. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. അപ്പോൾ ഫാമിലിയുടെ തൊട്ട് താഴെയുള്ളത് ജീനസ്. 54 ഓപ്ഷൻ ഡി. 55 ക്വസ്റ്റ്യൻ. ഇൻ എ ടാക്സോണമിക് ഹൈറാർക്കി ജീനസ് ഈസ് ഇൻ്റർപോളേറ്റഡ് ബിറ്റ്വീൻ. ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിൽ ജീനസ് ഏത് രണ്ട് ടാക്സോണിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത്? അത് ഫാമിലിയും സ്പീഷ്യസുമാണ്. കാരണം കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ്. ഇപ്പോൾ ഫാമിലിയുടെയും സ്പീഷ്യസിൻ്റെ ഇടയിലല്ലേ ജീനസ് ഇരിക്കുന്നത്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 55 ഓപ്ഷൻ ഡി, ഫാമിലി ആൻഡ് സ്പീഷ്യസ്. 56 ക്വസ്റ്റ്യൻ. റിലേറ്റഡ് ജനീറ ബിലോങ്സ് ടു ദ സെയിം. ജനീറ എന്ന് വെച്ചാൽ ജീനസ്. അപ്പോൾ ജീനസ്, റിലേറ്റഡ് ആയിട്ടുള്ള ജീനസ് ഏത് ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക? ജീനസിൻ്റെ തൊട്ട് മുകളിലുള്ള ഗ്രൂപ്പ് ഏതാണോ അത്, മുകളിലുള്ള ടാക്സോൺ ഏതാണോ അത്. അപ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്. ഇപ്പോൾ ഫാമിലിയിലായിരിക്കും റിലേറ്റഡ് ജനീറ ഉണ്ടാവുക. 56 ഓപ്ഷൻ സി, ഫാമിലി.